വിശേഷം. അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. അതിന് തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കിയ ക്രോഷേറ്റ് കാണിച്ചു തരാമെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടയും സോസും ആയിരുന്നു. നമ്മുടെ ഒരു നോർമൽ ഭക്ഷണമാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ടി വിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ടി വി ഒക്കെ കണ്ട് ഉച്ചയായി. നമ്മൾ എന്നേക്കും കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ തൃശ്ശൂരിലെ BC കഫേയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് നമ്മുടെ BC. അവിടെ കയറുന്നതിന് മുമ്പ് നമ്മൾ 2 പെപ്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പോയവർക്ക് അറിയായിരിക്കും നമുക്കിവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നല്ല ഭംഗിയാണ് ഇവിടെ. നമ്മൾ ഓർഡർ ചെയ്ത് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ആയിരുന്നു. പിന്നെ ഇവിടുത്തെ വോൾസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ കുറേ വിൻറ്റേജ് എസ്തറ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടു ഈ പോസ്റ്റ് ബോക്സും അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ വന്നത്. ഇങ്ങനത്തെ ഒരു സ്റ്റാച്ചുവിനെ ഞാൻ കണ്ടു, ഒരു മാൻ്റെ ഷേപ്പിൽ. പിന്നെ എൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനത്തെ ഒരു റൂമുണ്ട്. അതിലാണെങ്കിൽ മൊത്തം വാൾ പോസ്റ്റേഴ്സ് ആയിരുന്നു ഒരു സൈഡിൽ. പിന്നെ ഇങ്ങനത്തെ ഒരു റീത്ത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു സ്ഥലം കണ്ടു, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ കുറേ കാണാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകേണ്ടതൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ പോയി. ഞാൻ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അതിങ്ങനെ ഫോട്ടോ ഫ്രെയിം ആയിരുന്നില്ല, ജസ്റ്റ് ഫ്രെയിം ബോർഡർ കൂടെ എടുത്തിട്ട് ഉള്ളിലൊരു തുണിയായിരുന്നു. പിന്നെ അവിടെ കുറേ കീയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കളിച്ചും ചിരിച്ചും സംസാരിച്ചും നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസും ബർഗറും ആയിരുന്നു. അല്ല ഞാൻ പറഞ്ഞതാലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഇറങ്ങി വീട്ടിലേക്ക്. നേരെ മാംഗോ ബേക്കേഴ്സിലാണ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ നല്ലൊരു പുൽക്കൂട് ചട്ടി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ആണെങ്കിൽ ലേസിൻ്റെ കൊട്ടയും മിഠായിയുടെ മരമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇങ്ങനത്തെ ഒരു കേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് കാണാൻ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും കാറിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകാൻ നമ്മളിങ്ങനെ എന്തോ സ്പെഷ്യൽ ബബിൾ ഗം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളിത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരം TV കണ്ടു. കുറച്ച് നേരം അല്ല, കുറേ നേരം. അപ്പോഴത്തേക്കും 6 മണിയായി. പിന്നെ നമ്മൾ കുറച്ച് നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു. 2025 പ്ലാനറിൻ്റെ വീഡിയോ ഞാൻ ഇപ്പം അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. നേരെ നമ്മുടെ വിഷൻ ബോർഡിൻ്റെ കാര്യങ്ങളിലേക്ക് പോയി. നന്നാവണം എന്നൊക്കെ ഉണ്ട് ഈ വർഷം. ഒരു ഷോട്ട് ഞാൻ അടുത്ത ദിവസമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, കാരണം നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അവർ മറ്റേ ക്യാൻവാസിലൊക്കെയാണ് ചെയ്യുക. നമുക്കതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കാർഡ്ബോർഡിൽ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും പുറത്ത് പോയപ്പോൾ ഈ ചെടി കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ച റിയൽ ആണെന്നാണ്, പക്ഷേ അവർ പറഞ്ഞത് പ്ലാസ്റ്റിക് ആണെന്നാണ്. അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോൾ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ബൈ ബൈ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.